ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് രാവിലെ ഇവിടെ പുട്ടും പഴമായിരുന്നു. പുട്ടും പഴം. അപ്പുറത്ത് കാണുന്നത് വെള്ളൻ്റെ കുട്ടിക്ക് കുളിക്കാൻ വേണ്ടി വെച്ചാൽ കേട്ടോ. സ്കൂളിൽ പോകണ്ടേ. അവരൊരുങ്ങി റെഡിയായി സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അയ്യോ, വലിയൊരു ടാസ്ക് കേട്ടോ. രാവിലെ കഴിപ്പിക്കുക, കുളിപ്പിക്കുക. അവർ തന്നെ കുളിച്ചോളും. പിന്നെ ഇവരെ ഒരുക്കുക, തലമുടി കെട്ടിക്കൊടുക്കുക. അതിനിടയ്ക്ക് കുഞ്ഞിപ്പെണ്ണിനെ നോക്കുക. ഹാവും, എന്നാ പാടാന്നറിയോ. വലിയൊരു ടാസ്ക് തന്നെയാണ് അത്. രാവിലെ അവർ കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകുന്ന അന്നേരം ലച്ചുമ്മാന്നൊരു വിളിച്ചു. അവർക്കകത്ത് നിന്ന് അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് ചേച്ചിമാരുടെ കൂടെ അവളെ സ്കൂളിൽ പോവാം. അങ്ങ് ബസ് സ്റ്റോപ്പ് വരെ പോവില്ല കേട്ടോ, കുറച്ച് പേരുടെ പോവുള്ളൂ. കുറച്ചവിടെ പോയി കുട്ടികളെ കൊണ്ടാക്കി തിരിച്ചു വരും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളുടെ ഒപ്പം. ഞാൻ ഇപ്പോഴൊരു കാര്യം ഓർത്തിട്ടോ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ കൂട്ടുകാരെ. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഫുഡ് ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിൽ വിടുക എന്ന് വലിയൊരു ടാസ്ക് അല്ലേ. ആ കൂടുതൽ കുഞ്ഞു മോളും കൂടെ ഉണ്ടല്ലോ, പറയേണ്ട കാര്യമുണ്ടോ. പൊന്നി ആള് തിരിച്ചു ക്ഷീണമായിപ്പോയി. ആളിങ്ങനെ കിടക്കുക. അവളുടെ എന്തെങ്കിലും കഴിച്ചോ. അവള് പറയുന്ന ഡയലോഗാ. പൊന്നിയുടെ ഇതാണ്. പിന്നെ പേനയും ബുക്കും എന്തി, പപ്പ എന്തി, ചേച്ചിമാരുടെ പേനയും ക്യാപ്പ് എടുത്തു വെച്ച് കളിക്കുക. എന്ത് കിട്ടിയാലും വായിൽ വെക്കും. നമ്മൾ കണ്ണ് തെറ്റിയാലേ കാണിക്കുന്ന വികൃതികളൊന്നും ചെറുതൊന്നുമല്ല. കണ്ട ചേച്ചിമാരുടെ പേന ഉടുപ്പൂരിയ പാടെ ആളെന്ത് ചെയ്തു, പേന എടുത്തതും കിടന്നു കുത്തി വരച്ചു. കാലിന്റെ വെള്ള നല്ല പോലെ കുത്തി വരച്ച് കളിയാണ്. അതിൻ്റെ കൂടെ ഭിത്തിയെല്ലാം കുത്തി വരച്ചിട്ടുണ്ട്. എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് അപ്പം തന്നെ അത് നശിപ്പിച്ച് വെക്കാന്ന് അവളോട് ചോദിച്ചാൽ മതി. അവളുടെ ഒരു സിഗ്നേച്ചർ സോങ് ഉണ്ടറിയോ. അവളുടെ പേര് വെച്ചിട്ട് അവൾ ജനിച്ച കാലം മുതലേ ഇങ്ങനെ പാടുന്ന. ലച്ചു പെണ്ണെ പെണ്ണെ ലച്ചു പെണ്ണമ്മയുടെ സുന്ദരി പെണ്ണ്, ലച്ചു പെണ്ണ് അമ്മയുടെ മുത്ത് തക്കട മുത്ത് പൊന്നോമേന മോള് തക്കൊടുവാ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഓരോ ചാട്ടം. ഇവിടെ നല്ല മഴയാട്ടോ. രാവിലെ ഒന്ന് മഴ പെയ്ത് തോർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പുട്ടും പഴവും ഞാനും മോളും കൂടെ കഴിക്കട്ടെ. ബൈ ബൈ.